ഭയങ്കര ഒരു കോൺസ്പിറസി ഉള്ളത് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹായ്, മുസ്ലിംലൈറ്റ് ആണ്. നമ്മുടെ Q&Aയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, കസ്റ്റം ഫർണിച്ചർ ചെയ്താൽ റേറ്റ് കൂടുമോ? അതിന്റെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയാ, എല്ലാവരെയും ഡൗട്ട് ആയിട്ടുള്ളതും ഭയങ്കര ഒരു കോൺസ്പിറസി ഉള്ളത് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കസ്റ്റം ഫർണിച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കൂടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഈ സോഫ, ഞാൻ ഇരിക്കുന്ന സോഫ 5 ഫീറ്റ് ആണ്. ഈ 5 ഫീറ്റിൽ നമുക്ക് 5.5 ആണ് നമുക്ക് കസ്റ്റമറിന് വേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വുഡ് കട്ട് ചെയ്യുന്നതും ഇതിന്റെ എല്ലാ മെഷർമെന്റും 5 ഫീറ്റിലാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് സൈസ്. അത് 5.5ലേക്കോ 6ലേക്കോ വരും, നമുക്ക് അതിന് വേസ്റ്റേജ് കൂടും. ഇപ്പൊ നമ്മൾ 6 ഫീറ്റിലായിരിക്കും സ്റ്റാൻഡേർഡ് കട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ആ 0.5 വേസ്റ്റേജ് പോകും. അപ്പൊ നമുക്ക് ഈ 6 ഫീറ്റിന്റെ പ്രൈസ് നമുക്ക് മേടിക്കേണ്ടി വരും. ഇതാണ് ഈ കസ്റ്റം ഫർണിച്ചറിന്റെ. ഇതിപ്പോ സോഫ ആയതുകൊണ്ട് ഒരു വാൾഡ്രോബ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു വലിയൊരു പോർഷൻ തന്നെ, ഹോൾ പോർഷൻ തന്നെ എക്സ്ട്രാ വരും. അതാണ് ഇതിനകത്ത് പ്രൈസ് കൂടാനുള്ള ഒരു കാരണം വരുന്നത്. അപ്പൊ നമ്മൾ കൂടുതലും കസ്റ്റമേഴ്സിന് മാക്സിമം ഒരു ബഡ്ജറ്റബിൾ പ്രൈസിനാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈസ് കൂടാതെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതാണ് കസ്റ്റം ഫർണിച്ചറിന് പ്രൈസ് കൂടും. പിന്നെ നമ്മുടെ പണി കൂടും. ഇതിനകത്തുള്ള എല്ലാ ഇതും കൂടും. നമ്മൾ ഒരു 5 ഫീറ്റ് സോഫ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുകയാണെങ്കിൽ ഇത് 1.5 ദിവസത്തേക്ക് പോകും. കാരണം എല്ലാത്തിലും മാറ്റം വരുന്നത്. ഇതാണ് എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. അടുത്ത വീഡിയോയിൽ